നമ്മളോട് അടുത്തതായി സംസാരിക്കുന്നത് മാതൃഭൂമിയുടെ ശ്രീ കെ നൗഷാദാണ്. മാതൃഭൂമിയും MDയും തമ്മിലുള്ള ബന്ധം ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രമാത്രം എല്ലാ കുട്ടിക്കും അറിയാവുന്ന ഒരു ബന്ധമാണ്. MD മാതൃഭൂമിയിലൂടെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയോ അല്ല മാതൃഭൂമി MDയിലൂടെ സാഹിത്യത്തെ സമ്പന്നമാക്കിയോ എന്നത് മാത്രമാണ് നമുക്ക് സംശയം. അത്രമാത്രം MDയും മാതൃഭൂമിയും തമ്മിലുള്ള ആത്മാംശം ദൃഢമാണ്. 1957 ആഴ്ചപ്പതിപ്പിൻ്റെ സബ് എഡിറ്ററായി MD വാസുദേവൻ നായർ ചേർന്നത് മുതൽ ആ ബന്ധം ആരംഭിച്ചതാണ്. ഇവിടെ സംസാരിക്കുന്ന ശ്രീ കെ നൗഷാദ് വളരെയേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദൈവമേ നീ ആരുടെ തോന്നലാണ് എന്ന ഒരു മനോഹരമായ ഗ്രന്ഥം ഓർമ്മയിൽ വരുന്നു. ലോകസാഹിത്യത്തിലെ തന്നെ വ്യത്യസ്തമായ ദൈവസാന്നിധ്യത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു പുസ്തകമാണത്. അതേപോലെ തീവണ്ടി പറഞ്ഞ കഥകൾ എന്ന മറ്റൊരു പുസ്തകം, അതും ലോകസാഹിത്യത്തിലെ തീവണ്ടി അനുഭവങ്ങൾ, ചെക്കോവിൻ്റെയും അതേപോലെ ടോൾസ്റ്റോയുടെയും ഒക്കെ തീവണ്ടി യാത്രയിലെയും റെയിൽവേ സ്റ്റേഷനിലെയൊക്കെ അനുഭവങ്ങൾ മനോഹരമായി എഡിറ്റ് ചെയ്ത് ചേർത്ത ഒരു പുസ്തകമാണ് തീവണ്ടി പറഞ്ഞ കഥകൾ. ശ്രീ നൗഷാദിനെ ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ TT വാസുദേവൻ, പെപ്പൻ തോമസേട്ടൻ, അതുപോലെ ജയേന്ദ്രേട്ടൻ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രധാൻ തായാട്ട്, എല്ലാവർക്കും നമസ്കാരം. ജവഹർലാൽ നെഹ്റു മാതൃഭൂമി പബ്ലിഷിംഗ് ഹൗസിനെ വിശേഷിപ്പിച്ചത് എൻ്റെ പ്രസാധകൻ എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിൽ MT വാസുദേവനരുടെ പ്രസാധകൻ എന്ന് പറയാവുന്ന ആൾ നമ്മുടെ അടുത്തിരിക്കുന്ന പെപ്പിൻ തോമസേട്ടനാണ്. കാരണം MTയുടെ 75% അല്ല, എനിക്ക് തോന്നുന്നത് 90% പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് തൃശ്ശൂർക്കാരൻ്റെ ബുക്സാണ്. കാരണം ഇന്നിപ്പോൾ അതിൻ്റെ കാരണം MTയുടെ പ്രധാനപ്പെട്ട നോവലുകളെല്ലാം വിലാപയാത്ര, നമ്മൾ രണ്ടാം മൂഴം കാലം തുടങ്ങി തന്നെ വിലാപയാത്ര, പാതിരാവും പകൽ വിളിച്ചും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അപ്രധാന വാരണാസി എല്ലാ പുസ്തകങ്ങളും പെപ്പിൻ തൃശ്ശൂർക്കാരനാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് വന്ന പബ്ലിഷേഴ്സിന് ഞാൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. MT ജയേന്ദ്രേട്ടൻ പറഞ്ഞ പോലെ MT അങ്ങനെ ഒരു വലിയ ഈ രണ്ടാം മൂഴൊക്കെ ആദ്യത്തെ എഡിഷൻ അടിക്കുന്ന SPCS ആണ്. അവിടുന്ന് ആ പുസ്തകങ്ങളൊക്കെ തിരിച്ചു വാങ്ങി തൃശ്ശൂർക്കാരന് നൽകുന്നു. അതിനുശേഷം വന്ന ചെറിയ പ്രസാധകരോട് എങ്ങനെ MT പെരുമാറി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ MT വാസുദേവൻ സ്വന്തമായൊരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങിയിരുന്നു, ക്ലാസിക് ബുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ MM ബഷീറും സുകുമാർ അഴീക്കോടും അതിലുണ്ടായിരുന്നു. കോഴിക്കോടും തുടങ്ങി. അതിൽ രസകരമായൊരു കാര്യം, അവരുടെ ആദ്യത്തെ പുസ്തകം അതിൽ ഇറക്കിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, അതേപോലെ ആദ്യത്തെ പുസ്തകം പവർപ്രകാശം, കോപ്പിറൈറ്റിനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. ഇവരുടെ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം കോപ്പിറൈറ്റിനെ പറ്റിയുള്ള പുസ്തകമാണ്. അതുകൂടാതെ ലോക സാഹിത്യത്തിലെ ഒരു കഥകളൊക്കെ കൂടി ജീവിത ഗ്രന്ഥത്തിൽ എഴുതിയത് എന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. തത്വമസി ഇറക്കി. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകം MM ബഷീർ സാറ് പോയി അവിടുന്ന് പബ്ലിഷ് ചെയ്യാനാന്ന് പറഞ്ഞിട്ടല്ല, വേറെ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടതാണ്. എന്നിട്ടത് MT വാസുദേവൻ നായരാണ് എഡിറ്റ് ചെയ്ത് അതിന് വെറും മനുഷ്യൻ്റെ പരിവേഷം എന്ന് പറഞ്ഞ് ബഷീറിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ അവതാരികയാണത്. ആ പുസ്തകത്തിന് എഴുതിയത് പബ്ലിഷ് ചെയ്തു. ഇന്ന് ഞാനങ്ങോട്ട് വരുമ്പം പ്രഭാതരശ്മി എന്ന മാസികയിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വന്നിട്ടുണ്ട്. MT വാസുദേവൻ നായർ MM ബഷീർ ഇരുന്ന് നിറഞ്ഞ് ചിരിക്കുന്നൊരു പടമാണ്. അത് പുനലൂർ രാജൻ എടുത്ത പടമാണ്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ, അഴീക്കോട് സാർ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന സമയത്ത് സംസാരിക്കുകയാണ്, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പേരിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും അമ്പരുന്നു. അനുരാഗത്തിൻ്റെ ദീനങ്ങൾ എന്നാണ് വേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ MT സാറ് ഈ ക്ലാസിക് ബുക്ക് ട്രസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അത് പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് പോയില്ല. അപ്പോഴേക്കും MT സാറിന് ഈ സിനിമയിലൊക്കെ തിരക്ക് കൂടി, പിന്നെ അത് നോക്കാൻ ആളില്ലാതെ പോയി. അങ്ങനെ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഇതായിട്ട് വന്നു. അപ്പോൾ
അതിനുശേഷം ധാരാളം പുസ്തകങ്ങൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പാപ്പിയോൺ എന്നൊരു പബ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ, മൾബറിയിൽ നിന്ന് വിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ MTയുടെ പ്രഭാഷണങ്ങളുണ്ട്. ഞാനത് കൂടി അന്ന് കാരശ്ശേരി മാഷ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കിവിടെ ഇരിക്കുന്ന കാനേഷ് പൂനൂരാണ് MN കാരശ്ശേരിയെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് പ്രസംഗങ്ങൾ കൊടുത്തപ്പോൾ ഞാനത് MT സാറെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ആ പുസ്തകത്തിന് കാരശ്ശേരി മാഷ് പറഞ്ഞോട്ട് സമ്മതം തന്നു. അത് ഞാൻ പബ്ലിഷ് ചെയ്തു. അതുകൂടാതെ പ്രതാപൻ തായാട്ട് ഹരിതം ബുക്സിൻ്റെ പേരിൽ MTയുടെ കുറേ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോടുള്ള ഒലീവ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കൈരളി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മാളുബൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാളുബൻ തിരക്കഥ ഇറക്കിയിട്ടുണ്ട്. MT സാറ് എന്നും അങ്ങനെ ചെറിയ പ്രസാധകരോട് എപ്പോഴും കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഗസ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞവരാണ് കിളിവാതിലൂടെ എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യത്തെ എഡിഷൻ, ഒരു പുസ്തകം എന്ന് പറഞ്ഞൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് തൃശ്ശൂർ. ഇതൊക്കെ നിലച്ചുപോയി. പക്ഷേ ഇവരോടൊക്കെ തന്നെ MT സാറ് എന്താ പറയുക, അദ്ദേഹത്തിന് അത് അറിയായിരുന്നു. പ്രസാദനം എന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാനും കാരശ്ശേരി മാഷും കൂടി ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ പൂമുഖം, അദ്ദേഹത്തിൻ്റെ അവതാരികളുടെ സമാഹാരം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ള ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞ സമയത്ത് KS രൂമാർ പബ്ലിഷ് ചെയ്ത് തുഞ്ചൻ പറമ്പിൻ്റെ ഹിസ്റ്ററി അവിടെ മേശപ്പുറത്ത്, അപ്പോൾ വന്ന സമയമാണ്, അത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കാരശ്ശേരി മാഷ്ക്ക് അതെടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് വളരെ നേരം വാചാലനായി അദ്ദേഹം പ്രസാദനത്തെ പറ്റി സംസാരിച്ചു. അതിൻ്റെ പ്രൊഡക്ഷൻ ഗീതാഞ്ജലി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗീതാഞ്ജലി എന്നാണ് എൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഓരോ സംഭവം, അതിൻ്റെ ബൈൻഡിങ്, അതിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയൊക്കെ നന്നായിട്ട് സംസാരിച്ചിട്ട് അത് ഇങ്ങനെ ഞാനും കൂടി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, സാറിങ്ങനെ പ്രസാദനത്തെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രസാധകനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൽ ആദ്യം മുതലേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡോസ്റ്റോസ്കിയുടെ ലൈഫൊക്കെ വായിക്കുന്നവർക്ക് അറിയാം, ഈ ചൂതാട്ടക്കാരൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന ഒരു ഭയങ്കര ചെകുത്താനായ ഒരു രൂപമുണ്ട് പ്രസാധകൻ്റെ. അതായത് അയാളെ ഊറ്റി കുടിക്കാനും അയാളെ പറ്റിക്കാനും നോക്കിയൊരു പ്രസാധകനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് MT പറഞ്ഞു, ആ കാലം മുതൽ ഈ പ്രസാധകനും എഴുത്തുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പിന്നീട് നടക്കുന്നത് പ്രസാധകനും എഴുത്തുകാരും തമ്മിലുള്ള വേറൊരു ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞു, പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ എഴുത്തുകാരനും പ്രസാധകനും തമ്മിൽ ഗാഢമായ ബന്ധമാണ്. എഴുത്തുകാരൻ്റെ ഒരു മൂഡ് മാറിയാൽ പോലും പ്രസാധകന് മനസ്സിലാവും. അയാളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ആളാണ് പ്രസാധകൻ. അതിന് ഒരു ഉദാഹരണം നേരത്തെ പെപ്പനായിട്ട് പറഞ്ഞതിന് ഒരു ഉദാഹരണം പറയാം. M. മുകുന്ദൻ ഒരു കാര്യം പറയുന്നുണ്ട്. M. മുകുന്ദൻ്റെ മലയാളത്തിലെ ആദ്യകാല എഴുത്ത്, ഇപ്പോൾ പുനത്തിൽ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ പുസ്തകം കറണ്ട് ബുക്സ് തൃശ്ശൂരാണ്. M. മുകുന്ദൻ്റെ ആദ്യത്തെ പുസ്തകം തൃശ്ശൂരാണ്. സേതുവിൻ്റെ ആദ്യ പുസ്തകം തൃശ്ശൂരാണ്. തൃശ്ശൂർ കറണ്ടാണ് അടിക്കുന്നത്. അപ്പം മുകുന്ദേട്ടന് അന്ന് എന്തോ 800 രൂപയോ മറ്റോ ശമ്പളം ഡൽഹിയിൽ. അദ്ദേഹം ഒരു ആവശ്യം വന്നപ്പം തോമസ് മുണ്ടശ്ശേരിക്ക് ഒരു കത്തയച്ചു, എനിക്ക് പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം ഇവിടുന്ന് ചെക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ 500 രൂപയുടെ ഒരു ചെക്കാണ്, നിനക്ക് കാശൊന്നും തരാനില്ല എങ്കിലും ഞാൻ നിനക്ക് കാശ് അയക്കുന്നു പറഞ്ഞ ചെക്ക് കൊടുത്തു. അപ്പോൾ 500 രൂപയുടെ ഒരു ചെക്ക്, അതിൻ്റെ താഴെ വീണ്ടും വേറെ 500 രൂപയുടെ ചെക്ക്, 2500 രൂപയുടെ ചെക്കായിരുന്നത്. അതൊരു അനുഭവം മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ ഭാഷാ ബുക്സ് ഇറക്കി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ സമാഹാരത്തിൻ്റെ അനുബന്ധത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, എഴുത്തുകാരനും പ്രസാധകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിയ ഉദാഹരണം. ഞാൻ തോമസേട്ടന് ഓർമ്മ ഉണ്ടോയെന്നല്ല, MT സാറ് കുറച്ച് കാലം അവിടെ ലിങ്ക് റോഡിൽ അല്ലമീൻ ബിൽഡിങ്ങിൻ്റെ മേലെ വരാറുണ്ടായിരുന്നു ഇതിൽ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ കറണ്ട് ബുക്സിൻ്റെ ഒരു ഗോഡൗണ് കത്തി. ആ ഗോഡൗണ് കത്തി അല്ലേ കറണ്ട് ബുക്സിൻ്റെ. ആ സമയത്ത് അപ്പം ഞാൻ അതിൻ്റെ തൊട്ട് താഴെയാണ് ലിബി അക്ബർ, ഞങ്ങൾ ഇപ്പുറത്താണ്. അപ്പോൾ അവിടെ രാധാകൃഷ്ണേട്ടൻ എന്ന് പറയും അല്ലേ, രാധാകൃഷ്ണേട്ടുണ്ട്. രാധാകൃഷ്ണേട്ടനാണ് MT സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞു, ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ് MT സാറ്, കാരണം തൃശ്ശൂർ കന്നഡ ഗോഡൗണ് കത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗാഢമായ ഒരു ബന്ധം, ഞാൻ പറഞ്ഞ MT സാറ് നേരത്തെ പറഞ്ഞ എഴുത്തുകാരനും പ്രസാധകനും തമ്മിലുള്ള ആ ബന്ധത്തെ അത്രമാത്രം വിലമതിച്ചിരുന്ന ഒരാളാണ് MT സാർ. അതേപോലെ തന്നെ അദ്ദേഹം മറ്റു പ്രസാധകരോട് അതിനുശേഷം ഞാൻ എന്താ പറയുക, ഒലീവിൽ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെയും ചില പുസ്തകം, അതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊന്നും ഒറിജിനൽ വർക്ക് എന്ന് പറഞ്ഞുകൂടാ. MT സാറിൻ്റെ ലേഖനങ്ങളെ സമാഹാരങ്ങൾ, അവതാരികയുടെ സമാഹാരങ്ങൾ, പ്രഭാഷണ സമാഹാരങ്ങൾ, MT സാർ അദ്ദേഹം കർശനമായിട്ട് നോക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ മാറ്റിവെക്കും. നമ്മൾ ഫയൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കർശനമായിട്ട് എടുത്ത് ദൂരേക്ക് എറിയും. ഇതൊന്നും അതിലൊരിക്കലും കൊടുക്കരുതെന്ന് പറയും. അദ്ദേഹം മാറ്റിവെക്കുന്ന കാര്യം. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ അവതാരികളുടെ സമാഹാരം നമ്മൾ ഇറക്കി, പുസ്തകത്തിൻ്റെ പൂമുഖം തന്നെ, MN കാരശ്ശേരി മാഷായിരുന്നു എഡിറ്റർ. അപ്പോൾ അതിൽ ആദ്യത്തെ MT വാസുദേവൻ നായരുടെ അവതാരികയുണ്ട്, ഒരു ആദ്യത്തെ ഫസ്റ്റ് അവതാരികയാണ്.
അത് MT വളരെ യങ്ങായിരിക്കുമ്പോഴാണ് എഴുതിയത്. അപ്പോൾ MT അത് വളരെ നിർബന്ധപൂർവ്വം കാരശ്ശേരി മാഷോട് പറഞ്ഞു, ഇത് അതിൽ കൊടുക്കരുത്, അവതാരി അതിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാരശ്ശേരി മാഷ് ഒരു അക്കാദമീഷ്യൻ ആയതുകൊണ്ട് മാഷ് പറഞ്ഞു അത് കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ MTയുടെ ഒരു രൂപപ്പെടുന്നതിൻ്റെ MTയുടെ എഴുത്ത് രൂപപ്പെടുന്നതിൻ്റെ ഒരു ഇത് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് കൊടുക്കണം നിർബന്ധം പറഞ്ഞിട്ടാണ് അതിൽ കൊടുക്കുന്നത്. അത്രമാത്രം അദ്ദേഹം അതിൽ നിഷ്കർഷ പുലർത്തിയിരുന്നു. അത് പുസ്തകത്തിൻ്റെ ഉദാഹരണമായിട്ട് പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയായിരുന്നു. പക്ഷേ അത് നേരിട്ട് പറയില്ല. നമ്മൾ ഈ പുസ്തകം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോടത് ഞാൻ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നമ്മൾ പുസ്തകം ഇങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സാർ ഇങ്ങനെ പുസ്തകം ഇങ്ങനെ നോക്കും, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. അതെന്ന് വെച്ചാൽ ഞാൻ 5 പുസ്തകങ്ങളാണ് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊന്ന് T. പത്മനാഭൻ്റെ കാലവർഷം, ഖലീൽ ജിബ്രാൻ്റെ ഒരു പുസ്തകം, പിന്നെ ഷിഹാബുദ്ദീൻ വൈത്തുങ്കടവൻ്റെ ഒരു പുസ്തകം, സുമാർ അഴീക്കോടിൻ്റെ പുസ്തകം, എല്ലാം കൂടി സാറിന് കൊടുത്തു. സാർ ഇതിങ്ങനെ വാങ്ങി ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പുസ്തകം, അപ്പോൾ സാറിൻ്റെ പുസ്തകം വാക്കുകളുടെ വിസ്മയമാണ് സാറിൻ്റെ പുസ്തകം. സാർ അതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കി അവിടെ മാറ്റി വെച്ചു. ബാക്കിയെല്ലാ പുസ്തകവും സൂക്ഷ്മമാക്കി നോക്കി മാറ്റി വെച്ചു, ഒരു കമൻറ്റും ഇല്ല. അപ്പം നമുക്ക് ചെറിയൊരു ഫീൽ, ഇത് പുസ്തകം എന്തെങ്കിലും സാറ് പറയുന്നുള്ള പ്രതീക്ഷ. സാറൊന്നും പറയുന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ നിരാശ തോന്നിയിട്ടുണ്ടാവും, മാഷ് ഒന്നും പറഞ്ഞില്ല അല്ലേ. അത് MT സാർ അങ്ങനെയാണ്, മുഖസ്ഥിതി പറയൂല, മുഖസ്ഥിതി ഇഷ്ടവുമല്ല, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം ചിലരോട് ആ പ്രൊഡക്ഷനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. അങ്ങനെ ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇവിടെ വരാനും ഇതേപോലെ പെപ്പിൻ തോമസ് ചേട്ടൻ, ജയേന്ദ്രൻ, ഇവരൊക്കെ ഈ മേഖലയിലെ വലിയ മാസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ വലിയ ആളുകളാണ്. ഇവരെയൊക്കെ കൂടെ ഈ വേദി പങ്കിടാനും കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.